നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കൊല്ലവർഷം 1200 എന്ന പുതിയ മലയാള വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഉത്രം നക്ഷത്രക്കാരുടെ ഫലമാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് 2 കൂറുകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ആദ്യത്തെ കാൽഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവസാന മുക്കാൽ ഭാഗം, അതായത് 2, 3, 4 പാദങ്ങളുടെ സമയത്ത് ജനിച്ചവർ കന്നിക്കൂറിലും ഉൾപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാർക്ക് ഒരു തരത്തിലുള്ള അനുഭവങ്ങളും കന്നിക്കൂറുകാർക്ക് അല്പം വ്യത്യസ്തമായ അനുഭവങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഇപ്പം വർഷത്തിൻ്റെ ആരംഭത്തിൽ നോക്കുമ്പോൾ ശനി കുംഭൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അത് വക്രാവസ്ഥയിലുമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറിൽപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി എത്രയിലാണ്? 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 7ാം ഭാവം ദാമ്പത്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യാപാര പങ്കാളിത്തത്തിൻ്റെയൊക്കെ ഭാവമാണ്. അപ്പോൾ ശനി അവിടെ സഞ്ചരിക്കുമ്പോൾ അല്പം ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ മൂലത്രികോണ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി വലിയ മാരക ദോഷകാരിയല്ല. അതുപോലെ തന്നെ ശനി വക്രത്തിലാണ്. അതും ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ഗുണകരമാണ്. പക്ഷേ തടസ്സം എന്നുള്ളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയില്ല. 7ൽ ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. കണ്ടകശനി ഇനി കണ്ടകൻ കൊണ്ടേ പോകും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പം പറഞ്ഞല്ലോ, കുംഭത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് അങ്ങനെ അതിഭീകരമായ അവസ്ഥയൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ഒരു തടസ്സം ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഉടനെ സാധിച്ച് കിട്ടുകയില്ല എന്നുള്ളത് ഒരു നിർബന്ധം പോലെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. അതേസമയത്ത് കന്നിക്കൂറുകാർക്ക് ഈ ശനി 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി 6ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശത്രുദോഷം ഇല്ലാതാകുന്നു, ശത്രുക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്നു. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മാർച്ച് 29 ആകുമ്പോൾ 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകരുന്നതാണ്. ഇനി നമുക്ക് വ്യാഴത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ വ്യാഴം ഇപ്പോഴേ ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറിൽപ്പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് വ്യാഴം കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതേസമയത്ത് കന്നിക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യഭാവമായ 9ലാണ് സഞ്ചരിക്കുന്നത്. 2025 മെയ് 14 വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും. രാഹു കേതുക്കളുടെ ട്രാൻസിറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ രാശി മാറ്റം നോക്കുമ്പോൾ 2025 മെയ് 18 രാഹു പുറകോട്ട് നീങ്ങി മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരും. അതുപോലെ തന്നെ കേതു അതേ സമയത്ത് തന്നെ കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും ട്രാൻസിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഗ്രഹാവസ്ഥകൾ. അപ്പോൾ ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദക്കാർക്കും ബാക്കി 3 പാദക്കാർക്കും തമ്മിൽ നല്ല വ്യത്യാസം അനുഭവത്തിൽ ഉണ്ടാകും. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സമ്മിശ്ര അനുഭവങ്ങളാണ്. അതായത് കുറേ ദുഃഖങ്ങൾ, തടസ്സങ്ങളുണ്ടാകും, കുറച്ച് നേട്ടങ്ങളും ഉണ്ടാകും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും. കുറച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വർഷാവസാനം ആകുമ്പോൾ ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതല്ലാതെ കന്നിക്കൂറിൽപ്പെടുന്ന ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പൊതുവെ നോക്കുമ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കും. ആദ്യ പാദത്തിൽപ്പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക്, അതായത് ചിങ്ങക്കൂറിൽപ്പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജസ്വലതയും ആർജവും ഒക്കെ ഉണ്ടാകുന്ന കാലവുമാണ്. തടസ്സങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും, കന്നിക്കൂറുകാർക്ക് പ്രത്യേകിച്ചും. അതുപോലെ തന്നെ നല്ല ആശിച്ച വിഷയങ്ങളിൽ നല്ല കോഴ്സുകൾക്ക് ഉപരിപഠനമൊക്കെ സാധിക്കുന്ന വർഷമാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യാപാരം വർദ്ധിപ്പിക്കാനും അല്ലെ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഒക്കെ സാധിക്കും. കന്നിക്കൂറിൽപ്പെടുന്നവർക്കാണ് അതിന് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം അവർക്ക് ശത്രുദോഷമൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ തടസ്സങ്ങൾ, മുടക്കങ്ങൾ, ശനി അവരെ സംബന്ധിച്ചിടത്തോളം ശനി 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ തടസ്സങ്ങൾ അധികം ഉണ്ടാകാതെ അത് നടപ്പാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വായ്പാ സൗകര്യമൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് ഒരല്പം ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഈ വ്യാപാരത്തിലെ വിജയം സാധ്യമാവുകയുള്ളൂ. ഏതൊരു കാര്യത്തിനും കന്നിക്കൂറുകാരേക്കാളും കൂടുതൽ ഈ സമയത്ത് കന്നിക്കൂറിൽപ്പെടുന്ന ഉത്തര നക്ഷത്രക്കാരേക്കാൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ചിങ്ങത്തിൽപ്പെടുന്ന ഉത്രം നക്ഷത്ര ഭാഗത്തിലുള്ള ആളുകൾക്ക്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആദ്യത്തെ 15 നാഴികയ്ക്കകത്താണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ പോലെ സമ്മിശ്ര ഫലവും, അവസാനത്തെ 45 നാഴികയ്ക്കകത്താണ് ജനിച്ചതെങ്കിൽ
ഗുണഫലങ്ങൾ കൂടിയുമാണ് ഇരിക്കുന്നത്. വർഷത്തിൻ്റെ ആദ്യം ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തരം നക്ഷത്രക്കാർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മുഖേന മാനഹാനി ഉണ്ടാകാം, ധനനഷ്ടവും ഉണ്ടാകാം, പലതരത്തിലുള്ള അപവാദങ്ങൾ അവരെപ്പറ്റി ഉണ്ടാകാം. അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയുണ്ടാകാം, അകന്ന് താമസിക്കുക, അല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുക, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട്, ഇതൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷാദ്യം പൊതുവെ ഗുണകരവുമാണ്. കാരണം വ്യാഴം ഭാഗ്യഭാവത്തിലും ശനി 6ാം ഭാവത്തിൽ ഗുണകരമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കന്നിക്കൂറുകാർക്ക് കുഴപ്പമില്ലാത്തത്. പിന്നെ വാഹനം മാറ്റി വാങ്ങിക്കാനോ പുതിയത് വാങ്ങിക്കാനോ ഒക്കെയുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നതാണ് കന്നിക്കൂറുകാർക്ക്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹബന്ധത്തിലൂടെ ഒന്നിക്കാനുള്ള അവസരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പ്രണയവിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറി വരും. കടങ്ങൾ നല്ലൊരു അളവ് വരെ തിരിച്ചടയ്ക്കാനുള്ള യോഗമുണ്ടാകും. പക്ഷേ കയ്യിലോട്ട് പൈസ വരുമ്പം അത് ഫുള്ള് ചിലവാക്കി കളയരുത്. കടം തിരിച്ചടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഭാഗമെങ്കിലും എടുത്ത് കടത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വീട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുള്ള ചില അവസരങ്ങൾ ഉണ്ടായി വരും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാകും. അപ്പോൾ ബന്ധുക്കളുമൊക്കെ ആയിട്ട് നന്നായിട്ട് പെരുമാറും, ഒന്നിച്ച് യാത്ര ചെയ്യും, മംഗളകർമ്മങ്ങളിലൊക്കെ ഒന്നിച്ച് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നോക്കുമ്പോൾ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മെച്ചപ്പെടാനുള്ള ഭാഗ്യം ഉണ്ട്. വർഷമധ്യമാകുമ്പോഴത്തേക്കും കൃഷി, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ പണം മുടക്കിയവർക്ക് അല്പം ധനനഷ്ടമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ സർക്കാരിൽ നിന്നും തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. കന്നിക്കൂറുകാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കും. വളരെ വായനാശീലം വർദ്ധിക്കുന്നതാണ്. സാഹിത്യകൃതിയൊക്കെ എഴുതുന്നവർക്ക് ഗുണകരമായ അവസ്ഥയാണ്. നോവലുകളോ കഥകളോ ഒക്കെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വർഷമധ്യത്തിൽ കന്നിക്കൂറുകാരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിലപ്പെട്ട രേഖകൾ കൈമോശം വരാതെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. ഇനി വിഷുവൊക്കെ കഴിയുമ്പോഴത്തേക്കും, അതായത് ഒരു ഏപ്രിൽ മാസം മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരുടെ ശുഭാവസ്ഥ കുറച്ച് കുറയും. കാരണം എന്താണ്? ശനി മാർച്ച് മാസം അവസാനമാകുമ്പോഴത്തേക്ക് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് കടക്കും. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയാകും, 7ലേക്ക് ശനി വരും. അപ്പോൾ അതിൻ്റെ ദോഷം ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാഴം 9ൽ നിന്ന് മാറി 10ലേക്ക് വരും. അപ്പോൾ ഈ കർമ്മഭാവത്തിലെ വ്യാഴം അത്ര ഗുണകരമല്ല, ചില കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാക്കും. ഭാര്യാഭർത്തൃ ഐക്യക്കുറവുണ്ടാകാം, കുടുംബത്തിലെ ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളുണ്ടാകാം, വിവാഹത്തിന് കാലതാമസം വരുന്ന കാരണങ്ങൾ ഉയർന്നു വരാം, വിഷഭയം പോലും ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. സ്ത്രീകൾ മൂലം കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളോ അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒക്കെ സംഭവിക്കാം. വർഷത്തിൻ്റെ അവസാനം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിൽ വിജയമൊക്കെ ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. വർഷാവസാനം ആകുമ്പോഴത്തേക്കും ധനലാഭം, വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാകും. പിന്നെ 2 കൂറിൽപ്പെട്ട ആൾക്കാർക്ക്, ഉത്തര നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള അവസ്ഥ നോക്കുമ്പോൾ അവർക്ക് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം ഈ വർഷം ഉണ്ട്. പിന്നെ പൊതുവെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈശ്വര സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ, അത് ഏത് മതത്തിൽ ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള മതസ്ഥാപനങ്ങളിൽ പോകാനും അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന അർച്ചനകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കാനുള്ള യോഗം അവർക്ക് ഈ വർഷമുണ്ട്. അത് ഈ ദുരിതങ്ങൾ വളരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഈ കുറേ കാലമായിട്ട് ബിസിനസ്സിലൊക്കെ മാന്ദ്യമുള്ളവർ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ആ ബിസിനസ്സിലെ പരാജയം ഒഴിവാക്കിയിട്ട് ഇനി വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ആ ബിസിനസ് അതേപടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മികച്ച അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അത് എല്ലാ മാസവും ഏതെങ്കിലും ഒരു സമയത്ത് ഈ ബുധനും ശുക്രനും സൂര്യനും ഒത്തുചേരുന്ന സമയമുണ്ട്. അപ്പോൾ ബുധശുക്രയോഗമുണ്ട്, ബുധാദിത്യ യോഗം, ശുക്രാദിത്യ യോഗം. ഈ ബുധശുക്രയോഗം എന്ന് പറയുന്നത് ലക്ഷ്മീനാരായണ യോഗമാണല്ലോ. അത് ഈ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ പല പുതിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൽ വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഏത് ഭാവത്തിലാണ് ഈ ലക്ഷ്മീനാരായണ യോഗം രൂപപ്പെടുന്നത് എന്നൊക്കെ നോക്കിയിരിക്കണം.
അപ്പോൾ അത് ഈ ചാനലിൽ തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ പറയുന്നതാണ്. ആ സമയത്ത് ലക്ഷ്മീനാരായണ യോഗങ്ങൾ ഓരോ രാശിയിൽ ഫോം ചെയ്യുമ്പം ആർക്കൊക്കെയാണ് ഗുണകരം എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരം സമയങ്ങളിൽ ഈ വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കാനും പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപാരം തുടങ്ങാനും ഒക്കെ പറ്റിയ സമയമാണ്. അതുപോലെ ധനലാഭം വർദ്ധിക്കും. ചില സമയത്ത് ലോട്ടറി പോലെ പെട്ടെന്ന് ധനം തരുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജോലിയൊക്കെ തേടുന്നവർ ഇപ്പം ജോലി കിട്ടാൻ അല്പം കാലതാമസം വന്നാലും നിങ്ങളൊട്ടും പ്രതീക്ഷ കൈവിടണ്ട. നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിന് പോകുന്നവർ മികച്ച അവസരങ്ങൾ വരാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്ന് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് ഒന്നുകൂടെ. കാരണം ഇൻ്റർവ്യൂകളിൽ ചില സമയത്ത് മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല ജോലികൾ, നല്ല മാനേജീരിയൽ പോസ്റ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തലത്തിൽ മേലധികാരിയായിട്ട് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ മികച്ച അവസരം നമ്മൾ നോക്കി അത് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം, നമ്മൾ തയ്യാറെടുത്തിരിക്കണം. ഏത് ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ഈ വർഷം 2-3 തവണയായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്കൂടെ നോക്കാം. ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദശകളിലാണ്, നക്ഷത്ര ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പരിഹാരം അനുഷ്ഠിക്കേണ്ടത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. മാസത്തിലൊരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നൽകുന്നത് ഗുണം ചെയ്യും. 25-30 രൂപയേ ഉള്ളൂ ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന വഴിപാടിന് എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ അതങ്ങ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ അതിലൂടെ മാറിപ്പോവും. പ്രത്യേകിച്ച് രോഗാവസ്ഥകളൊന്നും ഉണ്ടാകാതെ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ മടി പിടിച്ച് ഇരുന്ന് പോകാതെ ഒക്കെ നമ്മളെ രക്ഷിക്കും ഭഗവാന്റെ ഒരു സാന്നിധ്യം. ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾ ആദിത്യപ്രീതി വരുത്തുകയാണെങ്കിൽ അവർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദയസൂര്യൻ്റെ ആരാധിക്കുക, ഉദയസൂര്യൻ്റെ ദർശനം നടത്തി സൂര്യനാമങ്ങൾ ചൊല്ലി അല്ലെ സൂര്യസ്തോത്രം ചൊല്ലി ആരാധിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഉത്രം നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം കലണ്ടറിൽ നോക്കിയിട്ട് അന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ആദിത്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് തന്നെ ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് സാധിച്ചില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ പ്രദക്ഷിണം ചെയ്യുക. പിന്നെ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നുള്ള 3 നക്ഷത്രങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കുടുംബ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. കന്നിക്കൂറിൽപ്പെട്ട ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുന്നതും ശാസ്താവിന് എള്ളുപായസം സമർപ്പിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും. അപ്പോൾ ഈ ശാസ്താവ് എന്ന് പറയുന്നത് ശനിദോഷ നിവാരകനായ ഭഗവാനാണ് ശാസ്താവ്. അപ്പോൾ ആ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശനി മുഖേന ഉണ്ടാകുന്ന കണ്ടകശനി സമയത്ത് ഉണ്ടാകുന്ന ദോഷങ്ങൾ. അപ്പോൾ ഈ 2 കൂറുകളിലും പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് 2 സമയങ്ങളിലായിട്ട് കണ്ടകശനി വരുന്നുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യവും കന്നിക്കൂറിൽപ്പെട്ടവർക്ക് വർഷത്തിൻ്റെ അവസാനവുമാണ് ഈ കണ്ടകശനിയുടെ ദോഷങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവരും ഇൻ്റർവ്യൂവിന് പോകുന്നവരുമൊക്കെ ഗണപതി ഭഗവാനും വഴിപാട് ചെയ്യണം, ശാസ്താവിനും വഴിപാട് ചെയ്യണം, കുടുംബദേവതയ്ക്കും വഴിപാട് ചെയ്യണം. രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാദേവന് പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം മാത്രം ഉറങ്ങാൻ പോവുക. അപ്പോൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയമെടുത്ത് തന്നെ പ്രാർത്ഥിക്കുക. എല്ലാ മതക്കാർക്കും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അവർ ഫ്രഷായിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാൻ സാധിക്കും, ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും അത്തരം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകട്ടെ. നല്ല മാർക്ക് വാങ്ങി നല്ല കോഴ്സുകൾക്ക് ചേർന്ന് ഭാവി രൂപപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.